എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് അത് തന്നെയാണ്, അല്ലേ? മറ്റാരും ഉപദ്രവിക്കാൻ വരാത്ത, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നേരിടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേറെ വീടുകളിൽ താമസിച്ചുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത നമ്മുടെ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. ഈ ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത്, അല്ലേ? നമ്മുടെ ഒരു ആയുസിൻ്റെ മുഴുവൻ അധ്വാനം കൊണ്ടാവും ചിലപ്പോൾ ചില ആളുകൾ വീടുണ്ടാക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ഈ വീടുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ നല്ലോണം പ്രാർത്ഥിക്കുക. മുരുകനെ പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ എന്തൊരാഗ്രഹവും അദ്ദേഹം നടത്തി തരും. കാരണം വളരെ പെട്ടെന്ന് ആഗ്രഹം നടത്തി തരുന്ന ആളാണ് മുരുക ഭഗവാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രഹദോഷങ്ങൾ മാറാനായിട്ട് നമ്മൾ മുരുകനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ചൊവ്വാദോഷമൊക്കെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും മുരുകനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് വേണ്ടിയിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ കിട്ടാനും നമ്മൾ മുരുകനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു വഴിപാടും കൂടി ചെയ്യാം. മുരുകനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു വഴിപാടും കൂടി ചെയ്യാം. മുരുകനെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുക. ഷഷ്ഠീവ്രതം എടുക്കുക നല്ല സന്താനങ്ങൾക്ക് വേണ്ടി എന്ന് ഉപദേശിച്ചു തന്ന ആളാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷഷ്ഠീവ്രതം നോൽക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ മക്കൾ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടാവും. കാരണം തുടർച്ചയായി ഷഷ്ഠീവ്രതം എടുക്കുന്ന നിരവധിയായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. അവരുടെ സന്താനങ്ങളുടെ നല്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തൊരു കാര്യം വിചാരിച്ച് പ്രാർത്ഥിച്ചാലും മുരുക ഭഗവാൻ അത് നമുക്ക് നടത്തി തന്നിരിക്കും. അപ്പോൾ ഈ ഒരു വഴിപാടെന്ന് പറയുന്നത് മുരുകൻ സ്വതവേ നമ്മൾ മുരുകൻ്റെ ഫോട്ടോകളൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങളിലും കാണാറുള്ളത്. അപ്പോൾ ഈ മഞ്ഞ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു നിറമാണ്. ഇപ്പോൾ പഴനിക്കൊക്കെ പോകുന്ന ആൾക്കാർ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നത് കാണാറില്ലേ? മഞ്ഞ അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ട നിറമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുരുകന് വേണ്ടിയിട്ട് മഞ്ഞ നിറത്തിലുള്ള പട്ട് അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ സമർപ്പിക്കുക. ഈ ചൊവ്വാഴ്ച ദിവസമാണല്ലോ മുരുകന് വിശേഷപ്പെട്ട ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച കൊണ്ട് സമർപ്പിക്കുക മഞ്ഞപ്പട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഉടയാടകൾ വാങ്ങാനായിട്ട് നമുക്ക് കിട്ടും. ചില പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും ഈ ഉടയാടകളൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. പാവാട അടിച്ചൊക്കെ വെക്കാറുണ്ട് ഭഗവാനായിട്ട് ഉടുപ്പിക്കാനുള്ള. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയാലും മഞ്ഞ കിട്ടാറുണ്ട്. അപ്പോൾ ഈ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് വാങ്ങിയിട്ട് ഭഗവാന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി നമ്മൾ സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങൾ നോക്കിയിട്ട് സമർപ്പിക്കുക. അപ്പോൾ തുടർച്ചയായിട്ട് 12 ചൊവ്വാഴ്ച സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് മാസത്തിൽ ഒരു ചൊവ്വാഴ്ച 30 ചൊവ്വാഴ്ച കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക. ഈ 30 ചൊവ്വാഴ്ച വളരെ വിശേഷപ്പെട്ട ദിവസമാണല്ലോ. മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് 30 ചൊവ്വാഴ്ച. ആ 30 ചൊവ്വാഴ്ച കൊണ്ടുപോയിട്ട് ഭഗവാന്റെ അമ്പലത്തിൽ ഈ പട്ട് സമർപ്പിക്കുക. ഇനിയിപ്പോൾ ഒരു ആഴ്ച പറ്റിയില്ലെങ്കിലും ആ മാസത്തിലെ അടുത്ത ചൊവ്വാഴ്ച വരുമല്ലോ, അപ്പോൾ കൊണ്ട് സമർപ്പിക്കുക. ഈ മാസത്തിലൊന്ന് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വർഷം നിരന്തരമായിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ പോകാനും സാധിക്കും, മുടങ്ങാതെ പോകാനും സാധിക്കും, നമ്മുടെ ഈ വഴിപാട് നടത്താനും സാധിക്കും. അപ്പോൾ ഒരു വർഷം നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ആഗ്രഹം, വീടെന്ന് പറയുന്ന ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ തുടർച്ചയായി 12 ആഴ്ച പ്രാർത്ഥിക്കുമ്പോഴേക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു വർഷം തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് ഈ ഒരു മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം വീടെന്ന് പറയുന്നത് ഓരോരുത്തർക്കും അത്രമാത്രം പ്രിയപ്പെട്ടതാണല്ലേ. ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ വീട് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ കടന്നുറങ്ങുക എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ അറിയാവുന്ന നാമങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിശേഷിച്ചും നമ്മൾ ജപിക്കണം, പ്രാർത്ഥിക്കണം. ഭഗവാനോട് ഈ പട്ട് സമർപ്പിക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം എന്താണോ അത് പറയും കൂടി വേണം. എൻ്റെ ഈ ഒരു കാര്യം സാധിപ്പിച്ച് തരണേ എന്ന് അദ്ദേഹത്തോട് പറയണം. പിന്നെ
ഭഗവാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള ഈ പട്ട് സമർപ്പിക്കുക വഴി വേറെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഐശ്വര്യങ്ങളുണ്ട്. കാരണം നമുക്ക് യാതൊരു തരത്തിലുള്ള മുട്ടുകളും ഉണ്ടാവില്ല, യാതൊരു കാര്യത്തിനും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിരവധി ഈ പട്ടല്ലേ സമർപ്പിക്കണം, അതുകൊണ്ട് നമുക്ക് വസ്ത്രങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ധാരാളമായിട്ട് വസ്ത്രങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആളുകൾക്ക് വസ്ത്രത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എങ്കിലും ചിലപ്പോഴെങ്കിലും അങ്ങനെയല്ലല്ലോ, നമ്മൾക്ക് വസ്ത്രത്തിന് ആഗ്രഹം തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വസ്ത്രമൊക്കെ ധാരാളമായിട്ട് ലഭിക്കും. അങ്ങനെ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോഴേക്കും അതിനൊരു വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. കാരണം യാതൊരു തരത്തിലും നമുക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഭഗവാൻ ഈ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ നാമം ധാരാളമായിട്ട് ജപിക്കുക. നമുക്ക് എപ്പോഴൊക്കെ സാധിക്കുമോ അപ്പോഴൊക്കെ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ആഗ്രഹം പട്ട് സമർപ്പിക്കുമ്പോൾ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും തന്ന അദ്ദേഹം നമ്മളെയൊക്കെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാവുമല്ലോ, എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.